ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് നൽകിയ പ്രഖ്യാപനങ്ങളും അവയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ഡിയർനെസ് അലവൻസ് ആണ്. സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ 12% DA ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനു പുറമെ 3% DO ചേർക്കുന്നതിനായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തം DA 15% ലഭിക്കുക. അത് ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നതാണ്. മെയ്യിൽ ആ ശമ്പളത്തിൻ്റെ എൻകാഷ്മെൻറ്റ് ഉണ്ടാകും. അടുത്തത് പഴയ DA കുടിശ്ശിക പിൻവലിക്കാനുള്ള സൗകര്യം. 2019 കിട്ടേണ്ടതായിരുന്ന DA കുടിശ്ശിക ആ സമയം പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിൽ 2 ഗഡു DA പിൻവലിക്കാൻ അനുവദിക്കുന്നതാണ്. അതിനായിട്ട് ഉണ്ടായിരുന്ന ലോക്കിൻ പീരീഡ് നീക്കം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അടുത്തത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയാണ്. പേ റിവിഷൻ അരിയേഴ്സ്. 2019 ശമ്പള പരിഷ്കരണ പ്രകാരം ജൂലൈ മുതൽ കിട്ടേണ്ട കുടിശ്ശിക 2021 ബജറ്റിൽ 25% വീതം 4 ഗഡുക്കളായിട്ട് PF ലയിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് വലിയ സമ്മർദ്ദം മൂലം അതിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. ഇപ്പോൾ സർക്കാർ തീരുമാനം എടുത്തിരിക്കുന്നത് ആ 2 ഗഡുക്കൾ 25% പ്ലസ് 25% 2025 മാർച്ച് 31 ജീവനക്കാരുടെ PF ലയിപ്പിക്കണം എന്നാണ്. അപ്പോൾ ആ തുക ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് 4-മത്തത് പങ്കാളിത്ത പെൻഷൻ NPS സുരക്ഷ ഉറപ്പാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ മറ്റു ചില സംസ്ഥാനങ്ങൾ എന്നിവ നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതികൾ, അതായത് UPS എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ആധികാരികമായിട്ട് പരിശോധിച്ച് പങ്കാളിത്ത പെൻഷനിൽ NPS ഉൾപ്പെട്ട സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതി കേരള സർക്കാർ ഉടൻ രൂപപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ഇതുവരെ തീരുമാനം ഒന്നും ആയിട്ടില്ല.